പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമര പുറത്തിറങ്ങിയാൽ തന്നെ വകവരുത്തുമെന്ന് ഭയപ്പെടുന്നതായി അയൽവാസി പുഷ്പ 24 പറഞ്ഞു. തെളിവെടുപ്പിനിടെ ചെന്താമര തന്നെ രൂക്ഷമായി നോക്കി പ്രതിക്ക് തൂക്കുകയർ ശിക്ഷ കിട്ടാതെ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ലെന്നും പുഷ്പ പറയും. ഇന്നുച്ചയ്ക്ക് 12:30 പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് കുറ്റകൃത്യം നടത്തിയിടത്തേക്ക് എത്തിച്ചത്. ഇവിടെ വെച്ച് ആദ്യം സുധാകരന്റെ മൃതദേഹം കിടന്നിടത്തേക്കാണ് പ്രതിയെ ആദ്യം തന്നെ കൊണ്ടുവന്നത്. കനത്ത പോലീസ് കാവലിലായിരുന്നു പ്രതിയെ എത്തിച്ചത്. പ്രതിക്ക് നേരെ ഒരുപക്ഷെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മുൻനിർത്തി കനത്ത പോലീസ് കാവലിലായിരുന്നു പ്രതിയുടെ തെളിവെടുപ്പ്. ഏതാണ്ട് 400ഓളം പോലീസുകാരെ ജില്ലയുടെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് ഇവിടേക്ക് വിന്യസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എയർ ക്യാമ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും സുരക്ഷയ്ക്ക് വേണ്ടി എത്തിച്ചിരുന്നു. ആദ്യം ഈ സംഭവം നടന്നെടുത്ത്, അതായത് കുറ്റകൃത്യം നടത്തിയ സ്ഥലത്ത് പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പിന്നീട് ചെന്താമരയുടെ വസതിയിൽ, പിന്നീട് ഈ പ്രതി ലക്ഷ്മിയുടെ മൃതദേഹം കിടക്കുന്നിടത്ത്, പിന്നീട് പ്രതി ഓടി രക്ഷപ്പെട്ട പാടത്തിലൂടെ പ്രതിയും കൊണ്ടൊരു തെളിവെടുപ്പ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഈ തെളിവെടുപ്പ് നടത്തുന്ന സമയത്ത് തനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കാൻ ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള പുഷ്പ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവർക്ക് നേരത്തെയും ഈ പ്രതിയുടെ ഭീഷണി ഉണ്ടായിരുന്ന ആളാണ്. ഇയാൾ ഇതിലെ പോകുന്ന സമയത്ത് താങ്കളെ രൂക്ഷമായിട്ട് നോക്കിയോ? ഇതപ്പോ ഇവിടുന്ന് ഇറങ്ങുമ്പോ നോക്കിയല്ലോ. അത് കഴിഞ്ഞപ്പോ സാറ് വിളിച്ചല്ലോ എന്നെ. സാറ് വിളിച്ചപ്പോ സാറ് എന്നെ നിർത്തിയത് അതാണ് നിങ്ങൾ കാണിച്ചു തരാ പറഞ്ഞ വ്യക്തി പറയുമ്പോഴേക്ക് അയാള് പിന്നെയും ഇതവിടെ വെച്ച് ചുണ്ട് കടിച്ചു, നാക്ക് കടിക്കുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ കടിച്ചു. അപ്പൊ എന്റെ ബാക്കിൽ ഒരു ഏട്ടനുണ്ടായത് എന്റെ മുമ്പ്. നോക്ക് ചേച്ചി, ചേച്ചിനെ നോക്കണു, ശ്രദ്ധിക്കുന്നു, നോക്ക് പറഞ്ഞു. അതാണ് അയാൾക്ക് കൊലപറി. ഇനി പെണ്ണിയും കൂടി ഇയാളുടെ കൊലപ്പെടുത്താൻ അയാൾ കരുതിയിരുന്ന ആളുകളുടെ പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാളാണ് പുഷ്പ. പുഷ്പയെ ഇപ്പോഴും ആ പക ഉള്ളിലുണ്ട്. അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അല്ലാതെ വേറെ എന്താണ്. അയാൾ അങ്ങനെയാണെങ്കിൽ ശാന്തമായി നിന്നിട്ടുണ്ടാവില്ല. ഇത് അപ്പൊ ചേച്ചി നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞ് വിളിച്ചത് അവരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അയാൾ അതിനെ നിങ്ങൾക്ക് ഇയാൾക്ക് ഒരു വധശിക്ഷ കിട്ടാതെ നിങ്ങൾക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാവില്ല? തൃപ്തിയില്ല. ഞങ്ങൾ എങ്ങനെ ഇരിക്കും? ഞങ്ങൾ ഈ ഒറ്റപ്പെട്ട ഇപ്പൊ ഈ വീട്ടിലില്ല, ഈ വീട്ടിലില്ല, ഇപ്പൊ ഇയാളും ഇല്ല. ഞങ്ങൾ ഒറ്റപ്പെട്ടില്ലേ, എങ്ങനെ തൃപ്തിയായിരിക്കും? എങ്ങനെ ഉറങ്ങും? അവർ പറഞ്ഞ പോലെ വൈകുന്നേരം എങ്ങനെ ഉറങ്ങും? എന്നിട്ട് ആ കുട്ടികൾ തനിയെ വന്ന് ഇവിടെ താമസിക്കാൻ പറ്റുമോ? അവർ താമസിക്കുമോ? ആ ചെറിയ പിള്ളേർ. അവരുടെ അമ്മ മരിച്ചപ്പോഴും അവർ ചെറിയച്ഛൻ മരിച്ചപ്പോഴൊക്കെ ഞാനിവിടെ ഇരുന്ന് താമസിച്ചു. ആരും ഇല്ലാത്തപ്പോഴും ഞാൻ എൻ്റെ കുട്ടിനെയും വെച്ച് ഞാൻ താമസിച്ചു. ഒരു ഇനി ധൈര്യമില്ല. അതാണ് ഈ പ്രതി ഇങ്ങനെ നിരന്തരം ജാമ്യത്തിൽ ഇറങ്ങി നാട്ടിലേക്കൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ആശങ്കയാണ്. ഇപ്പം എന്തായാലും ഈ തെളിവെടുപ്പിലെ വിശദാംശങ്ങൾ പുറത്തു വന്നത് പ്രതി കനാലിലാണ് കൃത്യം നടത്തി ഇതിലൂടെ ഓടി രക്ഷപ്പെട്ട പ്രതി സിം കാർഡ് അടങ്ങിയ മൊബൈൽ ഫോൺ ആദ്യം ഉപേക്ഷിക്കുന്നു. പിന്നീട് ഇവിടുത്തെ ഒരു കനാലിലാണ് വൈകുന്നേരം വരെ ചെലവഴിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഇപ്പോൾ പോലീസിനോട് സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യം. പിന്നീട് കനാൽ വഴി തന്നെ നടന്ന് ഈ മലയ്ക്ക് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയാണ് മലയ്ക്ക് മുകളിൽ നിലയുറപ്പിച്ചത്. പിന്നീടാകട്ടെ പോലീസ് നിരീക്ഷണങ്ങളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു പ്രതിയും. പോലീസ് ഡ്രോണുമായിട്ട് വരുമ്പോൾ അത് നിരീക്ഷിക്കുന്നു. പോലീസ് ജീപ്പ് കടന്നു വരുന്നത് കാണുന്നു. അങ്ങനെ പോലീസ് പ്രതിയെ നിരീക്ഷിക്കുകയായിരുന്നില്ല, പ്രതി പോലീസിനെ നിരീക്ഷിക്കുകയായിരുന്നു സത്യത്തിൽ. പിന്നീട് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴാണ് പ്രതി പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇനിയിപ്പോൾ എലവഞ്ചേരിയിൽ നാളെ പോലീസ് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി ഈ ആയുധം വാങ്ങിയിടത്തേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇപ്പോൾ ആലത്തൂർ DYSPയുടെ കാര്യാലയത്തിൽ വെച്ച് പ്രതിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയുമാണ്.